മധ്യപൂർവേഷ്യയിൽ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ അതീവ ഗുരുതരമായ രീതിയിൽ പടരുകയാണ്. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഗാൻ ഇറാന് വേണ്ടി നേരിട്ട് യുദ്ധത്തിലിറങ്ങുമെന്ന പ്രഖ്യാപനം നടത്തിയതോടെ മേഖലയിലെ സമവാക്യങ്ങൾ പൂർണ്ണമായും മാറ്റിമറിക്കപ്പെട്ടിരിക്കുന്നു. ഇറാനെതിരെയുള്ള നീക്കങ്ങളിൽ കുർദിഷ് വിഘടനവാദി ഗ്രൂപ്പുകളെ ഇസ്രയേൽ ഒപ്പം കൂട്ടാൻ ശ്രമിച്ചാൽ സിറിയയിൽ ചെയ്തതുപോലെ തുർക്കി സൈന്യം നേരിട്ട് ഇടപെടുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഉർദുഗാൻ ഫോണിലൂടെ കടുത്ത ഭാഷയിൽ അറിയിച്ചു കഴിഞ്ഞു. ഇറാന്റെ അതിർത്തി ലംഘിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിക്കെതിരെയും ഞങ്ങൾ ആയുധമെടുക്കുമെന്നും ചെറിയൊരു പ്രകോപനം പോലും വലിയ സൈനിക നീക്കത്തിന് കാരണമാകുമെന്നും തുർക്കി ഔദ്യോഗികമായി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇതിനിടയിൽ അമേരിക്കയിൽ നിന്നും അതിഗൗരവകരമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഫ്ലോറിഡയിൽ നിന്നും ട്രംപിന്റെ വിമാനം പറന്നുയരുന്നതിനിടെ അജ്ഞാത ഡ്രോൺ വിമാനത്തിന് തൊട്ടടുത്തെത്തിയത് വലിയ സുരക്ഷാ ഭീഷണിയായി മാറി. ഇതേ തുടർന്ന് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുകയും സൈനിക ഹെലികോപ്റ്ററുകൾ പ്രദേശം വളയുകയും ചെയ്തു. ഇസ്രയേൽ മാധ്യമങ്ങൾ ഇതിനെ ഒരു വധശ്രമമായിട്ടാണ് കാണുന്നത്. ട്രംപിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഇസ്രയേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. യുദ്ധം മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നതിന്റെ ലക്ഷണമായി ടെഹ്റാനിലെ പ്രധാന വൈദ്യുതി നിലയങ്ങൾ അമേരിക്കൻ ഇസ്രയേൽ സൈന്യം ബോംബിട്ട് തകർത്തു. ഇറാൻ തലസ്ഥാനം ഇപ്പോൾ പൂർണ്ണമായും ഇരുട്ടിലാണ്. ഇതിനു മറുപടിയായി ഇറാൻ ജനഫദ അഥവാ ആത്മബലി എന്ന പേരിൽ ഒരു വൻ വളണ്ടിയർ ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതിനു മറുപടിയായി അറബ് രാഷ്ട്രങ്ങളിലുള്ള പവർ സ്റ്റേഷനുകളെ ഒരുപക്ഷെ ഇറാൻ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം അമേരിക്കയുടെ കരയാക്രമണത്തിന് മറുപടിയായി ഇറാൻ ജനഫദ അഥവാ ആത്മബലി എന്ന പേരിൽ ഒരു വൻ വളണ്ടിയർ ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു. അമേരിക്കൻ കരസേനയെ നേരിടാൻ ലക്ഷക്കണക്കിന് ഇറാനികളാണ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും സർവകലാശാലകളെയും ലക്ഷ്യം വെക്കുന്നതിനെതിരെ ഇറാൻ വിദേശകാര്യമന്ത്രി അറാഖ്ചി രൂക്ഷമായി പ്രതികരിച്ചു. അറിവിനെ ബോംബിട്ട് നശിപ്പിക്കാം എന്നത് ഇസ്രയേലിന്റെ വെറും വ്യാമോഹം മാത്രമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഗൾഫ് മേഖലയും ഇപ്പോൾ വലിയ ഭീതിയിലാണ്. അമേരിക്കൻ അധിനിവേശത്തിന് സഹായം നൽകിയാൽ UAEക്ക് നേരെ വലിയ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ പരസ്യമായി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധം മുറുകുകയും ബാബ് അൽ മന്ദബ് കടലിടുക്ക് അടക്കപ്പെടുകയും ചെയ്താൽ സൗദി അറേബ്യയുടെ എണ്ണ കയറ്റുമതി പൂർണ്ണമായും തടസ്സപ്പെടും. ഇത് ലോക വിപണിയിൽ എണ്ണവില $200 മുകളിൽ എത്തിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. യമനിൽ നിന്നുള്ള ആക്രമണങ്ങളിൽ ഇസ്രയേലിലെ ഈലാറ്റിൽ ഇതിനോടകം തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് വിവരം. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഗൾഫ് രാജ്യങ്ങൾക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നതിനെ റഷ്യൻ നേതാവ് മെദവദേവ് പരിഹസിച്ചു. സ്വന്തം രാജ്യം തന്നെ അപ്രത്യക്ഷമാകാൻ പോകുമ്പോൾ സെലൻസ്കി എങ്ങനെ മറ്റുള്ളവരെ രക്ഷിക്കുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതേസമയം ഇറാൻ തങ്ങളുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം മുഴുവൻ കൈമാറണമെന്ന കർശന നിബന്ധനയാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. ഇതിന് തയ്യാറായില്ലെങ്കിൽ സൈനിക നടപടി തുടരുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ നിഴലിലാണോ എന്ന് തോന്നിപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഓരോ നിമിഷവും പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്.